നമ്മൾ പഠിക്കാൻ പോകുന്നത് 6 ബാൻഡ് 6.5 ബാൻഡിലെ SA പോയിൻറ്റ്സ് എങ്ങനെ 7 ബാൻഡിലേക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 6.5 ബാൻഡ് 7 ബാൻഡിലേക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് പഠിക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ SA ക്വസ്റ്റ്യൻ എഴുതാൻ പോവുകയാണ്. Some people think climate change has a negative impact on business, while others think that it provides more business options. Discuss both views and give opinion. The question is, some people think climate change has a negative impact on business, while others think that it provides more business options. ചില ആളുകൾ വിചാരിക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ച് വഴി ബിസിനസ്സിന് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ബട്ട് മറ്റു ചിലവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ചില ബിസിനസ്സൊക്കെ നല്ലതായിരിക്കും അല്ലേ, ചില ബിസിനസ് നല്ല പ്രോഫിറ്റബിൾ ആയിരിക്കും. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ മോർ ബിസിനസ് ഓപ്ഷൻസ് പോസിറ്റീവും നമ്മൾ എഴുതണം. നമുക്കറിയാം ഡിസ്കസ് ബോത്ത് വ്യൂ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ബോഡി പാർട്ട് 1ൽ ആദ്യത്തെ വ്യൂ അതായത് നെഗറ്റീവ് ഇമ്പാക്റ്റും, ബോഡി പാർട്ട് 2ൽ പോസിറ്റീവ് ഇമ്പാക്റ്റും പിന്നെ ഒപ്പീനിയനും എഴുതണം. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ആദ്യം നെഗറ്റീവ് ഇമ്പാക്റ്റിൻ്റെ എഴുതാം. 6 ബാൻഡിൽ എഴുതാം നെഗറ്റീവ് ഇമ്പാക്റ്റ് 6 ബാൻഡിൽ. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റിൻ്റെ ഒരു പോയിൻ്റാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതായത് ബിസിനസ്സിനെ ബാധിക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ച് വഴി ഫ്ലഡും കാര്യങ്ങളൊക്കെ വരും അല്ലേ, അപ്പോൾ അത് ബിസിനസ്സിനെ ബാധിക്കും. അപ്പം നമ്മളത് എഴുതാം കേട്ടോ. ആ പോയിൻ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഇത് 6 ബാൻഡാണ്. ക്ലൈമറ്റ് ചേഞ്ച് ക്യാൻ harm businesses because it causes floods and storms അല്ലേ, that can damage ബിസിനസ് ബിൽഡിങ്സ് അല്ലേ. പിന്നെ വേറെ സ്ട്രക്ചേഴ്സും ആൻഡ് അതർ സ്ട്രക്ചേഴ്സ്. Climate change can harm businesses because it causes flood and storms that can damage ബിസിനസ് ബിൽഡിങ്സ് ആൻഡ് അതർ സ്ട്രക്ചേഴ്സ്. ഇത് നമ്മൾ 6 ബാൻഡിൽ എഴുതി. നമ്മളിത് 6.5 ബാൻഡിൽ എഴുതാൻ പോയി. ഇവിടെ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനെ തന്നെ എഴുതാം. ക്യാൻ ഹാമിനെ നമുക്ക് ഇമ്പാക്റ്റ് ചെയ്താം. ക്യാൻ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് അല്ലേ, പോസിറ്റീവ്ലി അല്ല, നെഗറ്റീവ്ലി ഇമ്പാക്റ്റ്. പിന്നെ ബിസിനസ്സസ് അങ്ങനെ തന്നെ. ഇറ്റ് കോസസിനെ നമുക്ക് ഇറ്റ് കോസസിൻ്റെ ബെറ്റർ വേർഡ് എന്ന് പറയുന്നത് ആസിഡ് ലീഡ് ടു. ഇനി ഫ്ലഡ്സും സ്റ്റോംസും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സാണ് അല്ലേ. നമ്മൾക്ക് ആസിഡ് ലീഡ് ടു
natural disasters such as floods and storms. അല്ലേ, ദാറ്റ് ക്യാൻ ഡാമേജ് അല്ലേ, നമ്മൾക്ക് എന്താണ് വിച്ച് മേ ഡാമേജ്. പിന്നെ ബിസിനസ് ബിൽഡിങ്സ് ആൻഡ് അതർ സ്ട്രക്ചേഴ്സിന് നമ്മൾക്ക് ഒറ്റ വാക്ക് എഴുതാം, ബിസിനസ് ഇൻഫ്രാസ്ട്രക്ചർ. ഇങ്ങനെ എഴുതാൻ പാടില്ല കേട്ടോ, ഞാനിവിടെ ഇപ്പം ഇങ്ങനെ എഴുതിയെന്നുള്ളൂ. ഇങ്ങനെ പകുതി ഭാഗം പകുതി അവിടെയും ഇവിടെ ഇട്ട് എഴുതാൻ പാടില്ല, ഒറ്റ ഇതായിട്ട് എഴുതണം. ഞാനിപ്പോൾ അങ്ങനെ എഴുതിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ ചെയ്ത് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെ നമ്മൾ അങ്ങനെ തന്നെ എഴുതി. പിന്നെ ക്യാൻ ഹാമിനെ ക്യാൻ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് എന്ന് എഴുതി. പിന്നെ ക്യാൻ നെഗറ്റീവ് ബിസിനസ്സസ് അങ്ങനെ തന്നെ എഴുതി. ഇറ്റ് കോസസ് നമ്മൾ ആസിഡ് ലീഡ് ടു എന്ന് എഴുതി. പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് എഴുതിയിട്ടാണ് നമ്മൾ ഫ്ലഡും സ്റ്റോംസ് എന്ന് എഴുതിയത്. ദാറ്റ് ക്യാനിനെ വിച്ച് മേ എന്ന് എഴുതി. പിന്നെ ഡാമേജ് ബിസിനസ് ബിൽഡിങ്സ് ഇൻഫ്രാസ്ട്രക്ചറിനെ ഡാമേജ് ബിസിനസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഒറ്റ വാക്കിൽ എഴുതി. അപ്പോൾ ഇപ്പോൾ ഇത് 6.5 ആയി. ഇനി നമ്മളിത് 7 ബാൻഡിലേക്ക് മാറ്റും. നമുക്കിത് 7 ബാൻഡിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് എഴുതിയില്ലേ, അത് അങ്ങനെ തന്നെ എഴുതാം. ക്ലൈമറ്റ് ചേഞ്ച്. ഇനി ഇവിടെ ക്യാൻ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് അല്ലേ, അതിൻ്റെ ബെറ്റർ വേർഡ് എന്ന് പറയുന്നത് possess a significant threat. ഇമ്പാക്റ്റിനെ നമ്മൾ ത്രെറ്റ് എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ക്യാൻ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് നമ്മൾ possess a significant threat എന്ന് എഴുതി. ഇനി എന്താണ് നമ്മൾ ആസിഡ് ലീഡ് ടു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലേ, അത് നമ്മൾ എന്താണ് പോസസ് സിഗ്നിഫിക്കൻറ്റ് ത്രെറ്റ് എന്ന് എഴുതിയിട്ട് ടു അല്ല ആസിഡ് ലീഡ് ടു അല്ലല്ലോ, ക്യാൻ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്തിട്ട് ബിസിനസ്സസ് അല്ലേ, നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താ ചെയ്യുന്നത് ബിസിനസ്സിനല്ലേ. അപ്പം ക്യാൻ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് നമ്മൾ പോസസ് സിഗ്നിഫിക്കൻറ്റ് ത്രെറ്റ് എന്തിനാണ് ടു ബിസിനസ്സസ് അല്ലേ. ഇനി ആസിഡ് ലീഡ് ടു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അത് ആസിഡ് ലീഡ് ടു നമ്മൾക്ക് ബൈ ട്രിഗറിങ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് നമ്മൾക്ക് എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് എന്നൊക്കെ എഴുതാം. ഇനി വെതർ ഇവൻസിൻ്റെ പേര് എഴുതാം, സച്ച് ആസ് ഫ്ലഡ്സ് ആൻഡ് സ്റ്റോംസ് അല്ലേ. ഇനി ഇവിടെ വിച്ച് മേ ഡാമേജ് ബിസിനസ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ, അത് നമ്മൾക്ക് വിച്ച് ക്യാൻ സിവിയർലി ഡാമേജിന് നമ്മൾക്ക് കോംപ്രമൈസ് commercial infrastructure. ഓക്കെ, ബിസിനസ് ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ നമ്മൾ കമേഴ്ഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് എഴുതി, ഡാമേജിന് വരും കോംപ്രമൈസ് എന്ന് എഴുതി. അപ്പോൾ ഈ ഡാമേജ് എന്ന് പറയുന്നത് ഒരു കെട്ടിടം തകർന്നു അല്ലേ, അത് നമുക്ക് കാണാൻ പറ്റും തകർന്ന് കിടക്കുന്നത് അല്ലേ, കാണാൻ പറ്റുന്നതിന് നമ്മൾ ഡാമേജ് എന്ന് പറയും.
പക്ഷെ കോംപ്രമൈസ് എന്ന് പറയുന്നത് അത് പുറമേ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. ബട്ട് നമുക്കത് കാണുമ്പോൾ, ആ ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഉപയോഗശൂന്യമായ ഒരു ബിൽഡിംഗ് ആണ്, ഇതിൽ താമസിക്കാൻ പറ്റാത്ത ബിൽഡിംഗ് ആണ്. അപ്പോൾ പുറമേ നോക്കുമ്പോൾ അത് എന്താണ്, ഡാമേജ് ആയിട്ടില്ല. ബട്ട് ഇത് താമസിക്കാൻ സേഫ് അല്ല, അല്ലേ? ബട്ട് താമസിക്കാൻ സേഫ് അല്ല. അപ്പോൾ പുറമേ നോക്കുമ്പോൾ കുഴപ്പമില്ല, ബട്ട് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും അതിൽ താമസിച്ച് കഴിഞ്ഞാൽ എന്താണ് ഡേഞ്ചർ ആകണം എന്ന് മനസ്സിലാവുന്നതിന് നമ്മൾ കോംപ്രമൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാമേജിൻ്റെ സിനോണിമായിട്ട് നമുക്ക് കോംപ്രമൈസ് എന്നും എഴുതാം. ഇതൊരു അക്കാഡമിക് വേർഡാണ്. അപ്പോൾ നമുക്ക് ഇത് എഴുതാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് 6 ബാൻഡിൽ നിന്നും 6.5 ബാൻഡിൽ നിന്നും 7 ബാൻഡിലേക്ക് എത്തുന്നത്. നിങ്ങൾ ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നു. ഇനി നമ്മൾ എന്താണ്, ഇപ്പം നമ്മൾ എഴുതിയത് നെഗറ്റീവ് പോയിൻ്റാണ്. ഇനി ഒരു പോസിറ്റീവ് പോയിൻറ്റും കൂടി എഴുതാം. നമ്മൾ എഴുതാൻ പോകുന്നത് സെയിം എസ്എ ക്വസ്റ്റിൻ്റെ പോസിറ്റീവ് പോയിൻ്റാണ്, അല്ലേ? അതായത് ക്ലൈമറ്റ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ചില ബിസിനസ് പ്രോഫിറ്റബിൾ ആകും. അപ്പോൾ ഒരു പോസിറ്റീവ് പോയിൻ്റാണ് നമ്മൾ എഴുതാൻ പോകും. ഓക്കെ. അപ്പോൾ അത് ആദ്യം നമ്മളൊരു പോസിറ്റീവ് പോയിൻ്റ് എഴുതാം. 6 ബാൻഡിൽ എഴുതാം. നമുക്ക് എഴുതാം, അതായത് ബിസിനസ് ക്ലൈമറ്റ് ചേഞ്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ആളുകൾ സസ്റ്റൈനബിൾ എനർജിയുടെ പുറകെ പോകും, അല്ലേ? സസ്റ്റൈനബിൾ സൊല്യൂഷൻസിൻ്റെ എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് എഴുതാം. ക്ലൈമറ്റ് ചേഞ്ച് ഹെൽപ്സ് new businesses, people want green things. ഗ്രീൻ തിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ തിങ്സ് എക്കോ ഫ്രണ്ട്ലി എന്ന് തന്നെ പേര് കിട്ടാത്ത സ്റ്റുഡൻസ് ഗ്രീൻ തിങ്സ് എന്ന് എഴുതിക്കും. ലൈക്ക് സോളാർ എനർജി, ഇലക്ട്രിക് കാർസ് ആൻഡ് റീസൈക്ലിംഗ്. ഓക്കെ. ഇത് 6 ബാൻഡാണ്. ഇനി നമ്മൾ 6.5ലേക്ക് മാറ്റുകയാണ്. ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനെ തന്നെ എഴുതാം. ക്ലൈമറ്റ് ചേഞ്ച് എന്താണ്, ഹെൽപ്സിനെ നമുക്ക് എയ്ഡ് എന്ന് എഴുതാം, സപ്പോർട്ട് എന്നൊക്കെ എഴുതാം. അപ്പോൾ നമ്മൾക്കിവിടെ സപ്പോർട്ട് എന്ന് എഴുതാം. സപ്പോർട്ട്. ന്യൂ ബിസിനസ്സസ് അങ്ങനെ തന്നെ എഴുതാം. ന്യൂ ബിസിനസ്സസ്. പീപ്പിൾ വോണ്ട് ഗ്രീൻ തിങ്സ്, അല്ല ന്യൂ ബിസിനസ്സസ് ബിക്കോസ്, കാരണം എഴുതണം, ബിക്കോസ് പീപ്പിൾ വോണ്ട് ഗ്രീൻ തിങ്സ്, അല്ല പീപ്പിൾ വോണ്ടിന് എന്താണ്, പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്. ഇൻട്രസ്റ്റഡ് ഇൻ ഗ്രീൻ തിങ്സ്, അല്ലേ? ഗ്രീൻ തിങ്സിന് പകരം ഇൻ ഇക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ്, അല്ലേ? ഇക്കോ ഫ്രണ്ട്ലി products. Such as solar energy, electric cars and recycling services नेदा. അപ്പോൾ 6 ബാൻഡായി. അതായത് ക്ലൈമറ്റ് ചേഞ്ച് ഹെൽപ്സിനെ നമ്മൾ സപ്പോർട്ട് എന്ന് എഴുതി, ന്യൂ ബിസിനസ്സസ് അങ്ങനെ തന്നെ എഴുതി, പീപ്പിൾ വോണ്ട്, അല്ലേ? പീപ്പിൾ വോണ്ട്, പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് എന്ന് എഴുതി, ഗ്രീൻ തിങ്സിനെ എക്കോ ഫ്രണ്ട്ലി എന്ന് എഴുതിയിട്ട് ആ ഗ്രീൻ തിങ്സിൻ്റെ പേര് എഴുതി, റീസൈക്ലിങ്ങിന് പകരം റീസൈക്ലിംഗ് സർവീസ് എന്ന് എഴുതി. കണ്ടോ? അപ്പോൾ 6.5 ബാൻഡായി. ഇനി 7 ബാൻഡിലേക്ക് മാറ്റാം. 7 ബാൻഡ് എന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനെ തന്നെ എഴുതാം. ക്ലൈമറ്റ് ചേഞ്ച് സപ്പോർട്ട്, അല്ലേ? സപ്പോർട്ട് ന്യൂ ബിസിനസ്. അപ്പോൾ അത് ഹാസ് ക്രിയേറ്റ് opportunities for new businesses. പീപ്പിളിനെ നമ്മൾക്ക്
consumers are interested in eco-friendly അല്ലേ, are interested in demanding eco-friendlyക്ക് നമുക്ക് സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ പ്രൊഡക്ട്സ് എന്ന് എഴുതാം. ലൈക്ക് എന്താണ്, സോളാർ പവർ, ഇലക്ട്രിക് വെഹിക്കിൾസ്, ആൻഡ് റീസൈക്ലിംഗ് ഇനിഷ്യേറ്റീവ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നേരത്തെ എഴുതിയ പോലെ തന്നെ സർവീസസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, ക്ലൈമറ്റ് ചേഞ്ച് സപ്പോർട്ട് ന്യൂ ബിസിനസ്സസ് ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ന്യൂ ബിസിനസ് എന്ന് എഴുതി, പീപ്പിളിൻ്റെ കൺസ്യൂമേഴ്സ് എന്ന് എഴുതി, ആ ഇൻട്രസ്റ്റഡ് ആ ഡിമാൻഡിങ് എന്ന് എഴുതി. പിന്നെ ഇക്കോ ഫ്രണ്ട്ലിക്ക് കുറച്ച് ബെറ്റർ വേർഡായ സസ്റ്റൈനബിൾ സൊല്യൂഷൻസ്. ഏതൊക്കെയാണ് സസ്റ്റൈനബിൾ സൊല്യൂഷൻസ്? സോളാർ പവർ, ഇലക്ട്രിക് വെഹിക്കിൾ, റീസൈക്ലിംഗ് സർവീസസ്, റീസൈക്ലിംഗ് ഇനിഷ്യേറ്റീവ്സ് എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 7 ബാൻഡിലും പിന്നെ 6.5 ബാൻഡിലും 7 ബാൻഡിലും പിന്നെ 6 ബാൻഡിലും എഴുതുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ 3 ബാൻഡിലും നമ്മൾ എഴുതാനിപ്പോൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ വേറെ ടോപ്പിക്കായിട്ട് വരാം. താങ്ക് യു.